ഈയിടെ നമ്മളൊരു ലക്ഷദ്വീപിൽ നിന്നുള്ള 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ നിന്നും ഒരു നട്ട് റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ അവർ കുറേ ദിവസങ്ങളായിട്ട് പല രീതികളും നോക്കിയിട്ടത് പറ്റാത്തത് കൊണ്ട് അവർ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് എമർജൻസി ആയിട്ട് ഇവിടെ വരികയും നമ്മൾ ഉടനെ തന്നെ അത് എൻഡോസ്കോപ്പി ടെക്നോളജിയിലൂടെ അത് നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇത് കാണാം, ഈ വലിപ്പമുള്ള ഒരു നട്ടായിരുന്നു നമ്മൾ 3 വയസ്സുള്ള കൊച്ചിൻ്റെ ആമാശയത്തിൽ കുടുങ്ങിയത്. നമ്മളത് എടുത്തു. അതുപോലെ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി, അത് കുട്ടികളിലാകാം, ചിലപ്പോൾ മുതിർന്നവരിലാകാം, പല കാരണങ്ങൾ കൊണ്ടും നമ്മളുടെ അന്നനാളിയിലും ആമാശയത്തിലും ഇൻറ്റസ്റ്റൈൻ്റെ പല ഭാഗങ്ങളിലും കുരുങ്ങാം. അതൊരു സീരിയസ് കണ്ടീഷനാണ്. അത് നമ്മൾ ചിലപ്പോൾ ചില കേസിൽ അത് ഇമർജൻസിയാണ്, ചില കേസിൽ ഇമർജൻസി അല്ലെങ്കിലും അതെടുത്ത് മാറ്റേണ്ടതാണ്. ഇമർജൻസി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബട്ടൺ ബാറ്ററി വിഴുങ്ങിയാൽ ചിലപ്പോൾ അത് അവിടെ ഇരുന്ന് ഡിസ്ചാർജ് ചെയ്ത് കുടലിന് ഡാമേജ് ഉണ്ടാക്കി അത് അവിടെ ഒരു പെർഫറേഷനായിട്ട് ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിക്കുന്ന കേസുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇമർജൻസി ആയിട്ട് മാറ്റണം. എല്ലാവരും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ട്. സർജറിയോ കീറി മുറിക്കലോ ഒന്നുമില്ലാതെ പേഷ്യൻസിന് യാതൊരു ബുദ്ധിമുട്ടോ ഇത് ചെയ്തതായിട്ട് പോലും അറിയില്ല. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു, വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. നമ്മളത് അടിക്കടി ടൈം പോകും തോറും കൂടുതൽ ഫെസിലിറ്റീസും കൂടുതൽ വലിയ സർജറികൾ തന്നെ എൻഡോസ്കോപ്പിൽ കൂടെ സാധിക്കുന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ സർജറി അല്ലെങ്കിൽ മേജർ സർജറി ചെയ്തിരുന്ന പല കണ്ടീഷൻസും ഇപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പിയിലൂടെ സാധിക്കുന്നതാണ്. ഈവൺ ചില പ്രത്യേക ടൈപ്പിൽ ട്യൂമർ റിമൂവൽ പോലും നമ്മൾ എൻഡോസ്കോപ്പിയിലൂടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. വിവിധ തരത്തിലുള്ള ഫോറിൻ ബോഡികൾ, അത് മുള്ളാകാം, എല്ലാകാം, ചിലപ്പോൾ ആക്സിഡൻ്റലായിട്ട് പേഷ്യൻസ്, ചില മാനസിക പ്രശ്നമുള്ള പേഷ്യൻസ്, പല രീതിയിലുള്ള ഇപ്പോൾ ചകിരി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നവരുണ്ട്. കുറേ വർഷങ്ങൾ കൊണ്ട് കൊടുക്കുന്ന വലിയ വളരെ ബിസൈറായിട്ടുള്ള അൺയൂഷ്വൽ ഫോറിൻ ബോഡീസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ വിവിധ തരം ടെക്നോളജി ഉപയോഗിച്ച് ഇത് നമ്മൾ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.